പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ മുടി ആ ചെയ്തതിനുള്ള ഗുണം ഒന്നുമില്ലാതെയാവും. ക്ലയൻറ്റ് വിചാരിക്കുന്നു ഓക്കെ അവിടെ കെരാറ്റിനാണ് ചെയ്യണേ, പക്ഷേ ആക്ച്വലി അവർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റനിങ് ആണ്. അങ്ങനെ പുതിയ പുതിയ പേരുകളിൽ ഇങ്ങനെ കണ്ടമാനം അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ. ഇപ്പോഴും പലർക്കും ഒരു ശരിയായ ധാരണ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ളവർ, ഇന്ത്യക്ക് പുറത്തുള്ളവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ എന്തിനാണ് എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഹായ്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് ആളുകൾ ഇങ്ങനെ കണ്ടു വരുന്നു. അപ്പോൾ അതിൻ്റെ റെഗുലർ സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കണതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ എനിക്കിപ്പോൾ മനസ്സിലായിടത്തോളം കൂടുതൽ കാണാൻ വീണ്ടും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു വിഷയമാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. നമ്മളെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു വന്ന സമയത്ത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വന്നു, പിന്നെ ബൊട്ടോക്സ് വന്നു, പിന്നെ നാനോപ്ലാസ്റ്റി വന്നു, ബ്ലൂടോക്സ്, അങ്ങനെ പുതിയ പുതിയ പേരുകളിൽ ഇങ്ങനെ കണ്ടമാനം അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ശരിക്കും ചോദിക്കുമ്പോൾ ഇപ്പോഴും പലർക്കും ഒരു ശരിയായ ധാരണ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പോഴും ആ പഴയ വീഡിയോസ് കണ്ടിട്ട് പലരും എനിക്ക് ഓയിൽ യൂസ് ചെയ്യാവോ, എനിക്ക് കളർ ചെയ്യണമെങ്കിൽ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കളർ ചെയ്യാവോ, അതേപോലെ ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാവോ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ, എത്ര വാഷ് എൻ്റെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലനിൽക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ്. അതുപോലെ ചിലർ ചോദിക്കുന്നു ഡാൻഡ്രഫ് മാറാൻ കെരാറ്റിൻ, പിന്നെന്താ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങളാണ്, പിന്നെ ഹെയർ വളരാൻ കെരാറ്റിൻ എന്ന് വേണ്ട ഭയങ്കര രസകരമായ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനൊക്കെ കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് കരുതി. കുറേ രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, അതുമായിട്ടുള്ള ആഫ്റ്റർ കെയറിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ളവർ, ഇന്ത്യക്ക് പുറത്തുള്ളവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും പല അബദ്ധങ്ങളും പറ്റിയിട്ട് കെരാറ്റിൻ ആണെന്ന് വിചാരിച്ചിട്ട്, അതായത് ചെല്ലുന്ന ക്ലയൻറ്റ് വിചാരിക്കുന്നു ഓക്കെ അവിടെ കെരാറ്റിനാണ് ചെയ്യണേ, പക്ഷേ ആക്ച്വലി അവർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റനിങ് ആണ്. പക്ഷേ ആളുകൾക്ക് പൂർണ്ണമായ ധാരണയില്ല. ആക്ച്വലി എന്തിനാണ് കെരാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുടി ഡ്രൈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെപ്പോൾ വാഷ് ചെയ്താൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഒന്ന് ജസ്റ്റ് വരുമ്പോൾ മുടി ഇങ്ങനെ ഭയങ്കര ഫ്രിസ്നെസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് നിൽക്കുക, നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആ ഒരു മുടിയെ നാച്ചുറലി, ചിലർക്ക് എന്താ പറയുക, മുടി കെരാറ്റിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ സ്ട്രെയിറ്റ് ലുക്ക് വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ചിലർ പറയും എനിക്കങ്ങനെ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടേണ്ട, ഒരു നാച്ചുറൽ കണ്ടീഷനിൽ നിന്നാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ എന്തിനാണ് എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നമുണ്ട്. പലരും ഇപ്പോൾ നമ്മൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് ആദ്യം തന്നെ എറണാകുളത്തിനാണ് പോകേണ്ടതെങ്കിൽ ആലുവയിലുള്ള ഒരാളാണെങ്കിൽ എറണാകുളം ബസ്സിൽ കയറിയാൽ എറണാകുളത്ത് എത്തുള്ളൂ. അതിന് പകരം നിങ്ങൾ കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യണത്, അത് നിങ്ങളുടെ മുടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങളൊരു സലൂണിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടെക്നീഷ്യനോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനുള്ള സൊല്യൂഷൻ തരും. അതല്ലാതെ എനിക്ക് താരനുണ്ട് അതുകൊണ്ട് എനിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ സലൂണിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താരൻ മാറുമല്ലോ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിശ്വസമായ ഒരു സലൂണിൽ ചെന്നിട്ട് അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് കെരാറ്റിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ ക്ലാരിറ്റി ചെയ്ത് തരും. അപ്പോൾ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും വളരെ ഇപ്പോൾ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മെക്കഡാമിഡാസിലുള്ള ബ്രാൻഡുകൾ ഞാൻ കാണിച്ചു തരാം. ഒപ്പം തന്നെ ആഫ്റ്റർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈനപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത്രയേറെ ഒരു റേറ്റൊക്കെ കൊടുത്തിട്ട് ചിലവ് ചെയ്ത് നിങ്ങളുടെ മുടിയെ ഒരു നാച്ചുറൽ കണ്ടീഷനിലേക്ക് ആക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റിയിട്ട് അതോടുകൂടി ചെയ്തു തരുന്ന ആ ഒരു സലൂണിൻ്റെ ഉത്തരവാദിത്വം അല്ല. അവർക്കത് നിങ്ങൾക്ക് ഏത് പ്രോപ്പർ രീതിയിലേക്ക് എങ്ങനെ ആക്കാമെന്നുള്ളത് ആക്കി തരാം. ദെൻ അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ മുടി ആ ചെയ്തതിനുള്ള ഗുണം ഒന്നുമില്ലാതെയാവും. അത് പെട്ടെന്ന് തന്നെ പഴയ അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾ സലൂണിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ആഫ്റ്റർ കെയർ
പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുടി വീണ്ടും പഴയ ഡാമേജായ അവസ്ഥയിലേക്ക് പോകും. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഒരു സലൂണിൽ നിങ്ങൾ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ആഫ്റ്റർ കെയറിന് സലൂണിൽ നിന്നും അതിൻ്റെ സ്റ്റൈലിസ്റ്റ് എക്സ്പെർട്ടായിട്ടുള്ളവർ അവർ പറയും ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ഷാമ്പു ഇന്ന കണ്ടീഷണർ യൂസ് ചെയ്യണം. അതിന് പകരം നിങ്ങൾ ഏതെങ്കിലും വില കുറഞ്ഞ സാധനം പോയി മേടിച്ചതിന് ശേഷം കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മോശമായി പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വേറൊരു കാര്യം, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കേരളത്തിലാണെങ്കിൽ പോലും ക്ലോറിനേറ്റ് ചെയ്യാത്ത ഒരു വെള്ളം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ട്രീറ്റഡ് അല്ലാത്ത വാട്ടർ കിട്ടുക എന്ന് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് അറിയാം, നല്ല ക്ലോറിനേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് വാട്ടറാണ് കിട്ടുന്നത്. അങ്ങനെ കഴിഞ്ഞ് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് യൂസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വലിയ 20 ലിറ്റർ ബോട്ടിൽ കിട്ടില്ലേ, എറണാകുളത്തുള്ളവർക്കാണെങ്കിലും അങ്ങനെ കിട്ടും. അത് മേടിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹെയർ വളരെ ക്ലിയർ ആൻഡ് ക്ലീനായിട്ട് ഇരിക്കാൻ ഒട്ടനവധി ശരിക്കും നല്ല സഹായകമാകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഹെയർ കളർ ചെയ്യരുത്. അത് നിങ്ങളുടെ ആ പറയുന്ന ട്രീറ്റ്മെൻറ്റിനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയും. മറ്റൊന്ന്, ഈ ബീച്ചിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിലും ബീച്ചിലും ഒക്കെ പോയി ചിലവഴിച്ച് കഴിഞ്ഞാൽ അതും ഒട്ടനവധി ഈ പറയുന്ന നിങ്ങൾക്ക് ആ ഒരു ലോങ് ടൈം പീരീഡിലേക്കുള്ള എഫക്റ്റ് കിട്ടൂല. അതുപോലെ ഒത്തിരി ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയ, ചൂട് കൂടുതലുള്ള ഏരിയയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ആ ഒരു എഫക്റ്റ് ഇല്ലാതെ പോകാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആഫ്റ്റർ കെയർ പ്രോഡക്ട്സുകൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനീ പറഞ്ഞ പോലെ കെരാറ്റിൻ്റെ ഒരു വൈഡ് റേഞ്ച് നമ്മുടെ അടുത്തുണ്ട്. അത് ചാനൽ കാണുന്ന ആളുകൾക്ക് എന്താ പറയുക, കെരാറ്റിൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടാവും. ഒപ്പം തന്നെ ആഫ്റ്റർ കെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഏതൊക്കെ പ്രൊഡക്റ്റ് വേണമെന്ന്, അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ റീറ്റെയിലായിട്ടുള്ള അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു കെരാറ്റിൻ ചെയ്തിട്ട് ഏത് ഷാമ്പു യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ സാധിക്കും. നമ്മൾ അത്യാവശ്യം നല്ല ഒരു റേഞ്ച് ഓഫ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനുള്ള സാധനങ്ങൾ നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ട ഡിഫാബുലസ് ആണ്. ഡിഫാബുലസിൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ 2 റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഷാമ്പൂവും കണ്ടീഷണറും ഇങ്ങനത്തെ 2 റേഞ്ച് വരുന്നുണ്ട്. ആഫ്റ്റർ കെയർ ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതാണ് ഷാമ്പൂ, അതിൻ്റെ തന്നെ കണ്ടീഷണർ. ഇതിൻ്റെ MRP വരുന്നത് 1620 രൂപയാണ് ഇതിൻ്റെ MRP വരിക ഷാമ്പൂവിന്. അതുപോലെ തന്നെ കണ്ടീഷണറും 1620 രൂപയാണ് MRP വരിക. പിന്നെ വരുന്നത് നമ്മൾ ഡിഫാബുലസിൻ്റെ റിവൈവർ റിപ്പയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടാണ്, അതിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറുമാണ്. അതിന് MRP വരിക 1440 ഷാമ്പൂ, 1540 കണ്ടീഷണർ. അപ്പോൾ ഇത് മേടിക്കാതെ നിങ്ങൾ ഏതെങ്കിലും കുറഞ്ഞ ഷാമ്പൂ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ച് ഉപയോഗിച്ചും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സലൂണിൽ പോയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്തില്ലെങ്കിൽ, ആഫ്റ്റർ കെയർ യൂസ് ചെയ്തില്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ MK ഹെയർ ബൊട്ടോക്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനുശേഷം അതിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതിവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഷാമ്പൂ കണ്ടീഷണർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന അർഗൻ എന്ന് പറഞ്ഞിട്ട് QOD അർഗൻ എന്ന് പറഞ്ഞിട്ട് ഇതേ റേഞ്ചിൽ തന്നെ വരുന്ന ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് MRP ഉണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു 1500. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇനി അർഗൻ്റെ വേണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലോർ ആക്റ്റീവിൻ്റെ ഇതേപോലെ തന്നെയുള്ള ഷാമ്പൂ, അതുപോലെ തന്നെയുള്ള കണ്ടീഷണർ, ഇത് രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് MRP വരുന്നത് 1700 രൂപയാണ്. അപ്പോൾ ഇനി പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് കുറച്ച് വലുത് വേണമെങ്കിൽ വലിയ ഷാമ്പൂ കണ്ടീഷണർ 1 ലിറ്ററിൻ്റെ ഇങ്ങനത്തെ അവൈലബിൾ ആണ്. അത് ഡിഫാബുലസിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലത്തെ 1 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്, കുറച്ചുകൂടി എക്കണോമി ആയിരിക്കും. ഇനി ഡിഫാബുലസിൻ്റെ തന്നെ ബൊട്ടോക്സ് ആണെങ്കിൽ കബാന എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരും. അതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു റേഞ്ച് കെരാതെറാപ്പിയുടെ അതേപോലെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതൊന്നും അഫോർഡബിൾ അല്ല, ഇത്രയും റേഞ്ച് പറ്റില്ല എന്നുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് അടുത്തൊരു റേഞ്ച് കൂടി, ഇപ്പോൾ ഇവിടെ കെരാഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടി നമ്മുടെ അടുത്തുണ്ട്. കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ റേറ്റാണ്. അതിൻ്റെ MRP വരുന്നത് 980 രൂപയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഇത് ബൊട്ടോക്സ് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്ന ഇതുണ്ടോ 43, ഇതിൻ്റെ ഉള്ള ഐഡിയ ഉണ്ടോ 43 ഷാമ്പൂ കണ്ടീഷണർ. ഇത് ബൊട്ടോക്സ് കഴിഞ്ഞിട്ടുള്ള കെരാഫൈൻ്റെ ബൊട്ടോക്സ് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ നിങ്ങൾക്ക് കെരാറ്റിൻ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണറും
കണ്ടോ 4-3 എന്നുള്ള രീതിയിൽ ഷാമ്പൂ കണ്ടീഷണർ വരും. അതിൻ്റെ MRP വെറും 780 രൂപ വരുള്ളൂ. അതുകൂടാതെ ഡിസ്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടാനുണ്ടായിരിക്കെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഏതെങ്കിലും നോർമൽ എന്താ പറയുക മെഡിക്കേറ്റഡ് ടൈപ്പ് ഷാമ്പു യൂസ് ചെയ്തിട്ട് അയ്യോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് നശിച്ചു പോയി, ഉദ്ദേശിച്ച പോലെ ആയില്ല എന്ന് പറഞ്ഞിട്ട് സലൂണിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യേണ്ടതും അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പറയുന്ന പീരീഡിലേക്ക് തന്നെ നിങ്ങളുടെ ഹെയറിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സലൂണുകാരോടാണ് ഞാൻ പറയണേ, നിങ്ങളിപ്പോൾ കൂടുതലും എനിക്കറിയാം ഒരു 38,000-40,000 റേഞ്ചിലേക്ക് വരുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സുകളാണ് നമുക്കൊരു ഫുൾ സെറ്റ് വരുമ്പോൾ ഉള്ളത്. ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു വലിയ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, വളരെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഏകദേശം ഒരു 20 പേർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന കെരാഫൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ 1 ലിറ്ററിൻ്റെ ഷാമ്പൂ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണർ. ഈ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പ്രീ ട്രീറ്റ്മെൻറ്റ് ഷാമ്പൂ ആണ്. അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ഒരു പക്ഷേ ഹെന്ന ഇട്ടിട്ട് വരുന്ന ക്ലയൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ആയി പിടിച്ചിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതിലും അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ക്ലിയറായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ ആണിത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഷാമ്പൂ, അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഷാമ്പൂ കണ്ടീഷണർ, ഇത്രയും ഇത് കൂടിയിട്ട് 1 ലിറ്ററിന് നിങ്ങൾക്ക് വെറും 20,000 ആണ് വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ വലിയ വിലയ്ക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വലിയ ബ്രാൻഡുകൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ചോയ്സാണ് കെരാഫൈൻ. പിന്നെ അവരുടെ സ്ട്രൈറ്റനിങ് ക്രീം, അതുപോലെ തന്നെ അവരുടെ അടിപൊളി മാസ്ക് ഒക്കെ ഉണ്ട്. നല്ല നമ്മളിവിടുന്ന് കുറച്ച് കസ്റ്റമേഴ്സിനെ കൊടുത്തു വിട്ടിട്ട് സൂപ്പർ സ്മെല്ല കൊടുത്തു വിട്ടിട്ട് നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞാണ് കെരാഫൈൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഇനിയിപ്പോൾ ഒരു പ്രത്യേക ഒരു ഓഫറൊക്കെ ഇടാനായിട്ട് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് കെരാഫൈൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. കെരാറ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ താഴെ കമൻ്റായിട്ടിടുക. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കെരാറ്റിനും അതിന് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. ഞങ്ങൾ 99% കാര്യങ്ങൾക്കും നമ്മൾക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ മറുപടി തരാൻ റെഡിയാണ്, തന്നിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരത്തേക്കും ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനൊരു ഗുണം എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ ഒട്ടനവധി മേക്കപ്പിനെ കുറിച്ചിട്ടും പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ടും നമ്മുടെ ഷോപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഒപ്പം നമ്മുടെ സലൂൺ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുറകെ വരും. നമുക്ക് ഉള്ള സമയങ്ങൾ വെച്ചിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ തൽക്കാലം ബൈ.